ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഹെവൻലി അക്യോ ഫാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് കൃഷികളുടെ വീഡിയോ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പുറകിൽ കാണുന്ന വാഴ മുതൽ ഇങ്ങ് ഫ്രണ്ടിൽ നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ വീട്ടിൽ നട്ടിക്കുന്ന കുറച്ച് ചെടികളെ കുറിച്ചും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള കൃഷികളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പറ്റുവാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ആളൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊന്നും പറയുന്നില്ല, ഇന്നത്തെ വീഡിയോ പറ്റുന്നവർ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുമ്പോൾ പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. ഫ്രണ്ട്സ്, എനിക്ക് ആദ്യമേ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വാഴയാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും നടാൻ കഴിയുന്ന ഒരു ടൈപ്പ് വാഴ തന്നെയാണ്. റോബസ്റ്റ എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് എൻ്റെ വിശ്വാസം. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പ നട്ടാലും നല്ല ഉയരത്തിൽ പൊങ്ങിപ്പോവും, പിടിച്ച് നല്ലയിടത്തേക്ക് കെട്ടിയില്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും പോവും. നമ്മുടെ അണ്ണാനായാലും ചിങ്ങനായാലും ഏതായാലും പോവും. പക്ഷേ ഈ വാഴ എന്ന് പറഞ്ഞാൽ വലിയ പൊക്കം വയ്ക്കത്തില്ല. ഇപ്പോൾ ചരിഞ്ഞിരിക്കുന്നത് ആരും കാര്യമാക്കണ്ട, കാരണം മണ്ണ് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ വലിയ പൊക്കത്തിൽ പോകത്തുമില്ല, വലിയ കൊല കിട്ടുന്ന ഒരു ടൈപ്പ് വാഴയാണ്. ഇതെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കപ്പയാണ്. സംഭവം ഞാനിത് 4 വർഷം കൊണ്ടേ വീട്ടിൽ നട്ടിട്ടുള്ളത്. അതിലൊന്ന് കിട്ടുന്ന തൈ നട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് ഈ കൊലയെല്ലാം ചെറുതായിട്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മളുള്ള കപ്പ വാഴ എന്ന് പറയണത്. ഇത് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന രണ്ടാമത്തെ കപ്പയാണ്. ഇത് എൻ്റെ വലിയച്ഛൻ ഇവിടെ നിന്നോ കൊണ്ട് നട്ടതാണ്. പക്ഷേ നല്ല രീതിയിൽ മണ്ണ് നല്ല ഉരമുണ്ടെന്നാണ് തോന്നുന്നത്, കാരണം നല്ല ഒരു വലിയ കൊലയാണ് ഇതിൽ നിൽക്കുന്നത്. എന്തായാലും നല്ല സൈസായി വരുമ്പോൾ എങ്ങനെ പോലെ നല്ല ഒരു കില തന്നെ ഇതിൽ കിട്ടുന്നതാണ്. ഇതാണ് നമ്മളെ വീട്ടിൽ രണ്ടാമത്തെ കപ്പ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ വാഴകൾ മാത്രമല്ല, ഈ കാണുന്ന മുളക് കൃഷിയും ഉണ്ട്. നമ്മൾ ഉടങ്കല്ലിയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീല ഉടങ്കല്ലി അതുണ്ടല്ലോ, വെറൈറ്റി, അതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ കത്തിരിയും അതുപോലെ തന്നെ ഓരോ ചെറിയ മലക്കറി ഐറ്റംസൊക്കെ നട്ടിട്ടുണ്ട്. ഇതേപോലെ മഞ്ഞൾ ഉപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചേമ്പത്തൈ കാണും. ഇതേപോലെ വെറൈറ്റി ചെടികളുടെ തൈയൊക്കെ കാണും കേട്ടോ. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ അലങ്കോലമായി കിടക്കുന്നതാണ്. നമ്മുടെ ഫാം സെറ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. പലരും ചോദിച്ചു, ഹെവൻലി അക്യോ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ മാത്രമല്ലേ എന്ന്. പക്ഷേ നമ്മുടെ മീനിൻ്റെ മാത്രമല്ല, ഹെവൻലി അക്യോ ഫാം എന്ന് പറയുമ്പോൾ അക്യോ എന്ന് പറയുന്നത് മീനുകളാണ്, പക്ഷേ ഫാം എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉൾക്കൊള്ളും. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ഉടങ്കല്ലി മുളക് എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉടങ്കല്ലി മുളക് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. ഇതൊക്കെ എന്ന് പറയുന്നത് ചിങ്ങൻ്റെ ഒരു ടൈപ്പ് വാഴ ഇനമാണ് കേട്ടോ. നിങ്ങളെ വീടുകളിൽ അതുപോലെ ചിങ്ങനോ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ പരിപാലിക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടണേ. അപ്പോൾ എനിക്കും അതനുസരിച്ച് സെറ്റ് ചെയ്യാൻ കഴിയും. ഇതും ചിങ്ങനാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ തൊട്ടടുത്തുള്ള ഒരു അങ്കിള് ഒരു തൈ തന്നതാണ്. അപ്പോൾ അത് വെച്ചാണ് ഇത്രയും രീതിയിൽ എല്ലാം ചിങ്ങനാക്കിയത്. ഇതെന്ന് പറയുന്ന മറ്റേ വലിയ ജാമ്പക്കയാണ്. ഇത് വില്ലേജ് ഓഫീസിൽ കൊടുത്തപ്പോൾ ഒരു തൈ എത്ര 30 രൂപ, 25 രൂപ, 15, ഈ റേറ്റിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ കുറച്ച് റേറ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ വാങ്ങിച്ചു കേട്ടു. പക്ഷേ നല്ലതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ പൊങ്ങിയൊക്കെ പോകുന്നു. പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ഇനമാണ്. അതുപോലെ തന്നെ ഇതും ചിങ്ങം തന്നെയാണ്. ഇവിടെ നിൽക്കുന്നത് മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാം ചിങ്ങനാണ്. കാരണം ഇതിൻ്റെ തൈകൾ ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. പക്ഷേ നടുന്നത് പിന്നീട് നമ്മൾ നല്ല രീതിയിൽ ഉരം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊല കിട്ടുന്ന ടൈപ്പ് തന്നെയാണ് ഈ ചിങ്ങനെന്ന് പറയുന്നത്. ഇതൊക്കെയെന്ന് പറയുന്നത് അമ്മ വീട്ടിൽ നട്ടിക്കുന്ന ചെമ്പരത്തികളാണ് കേട്ടോ. പിന്നെ കണ്ടല്ലോ വീണ്ടും നിൽക്കുന്നത് വാഴകൾ തന്നെയാണ്, ചിങ്ങനാണ്. നമ്മളിവിടെ ഉള്ളതിലും ഏറ്റവും കൂടുതലുള്ളത് ചിങ്ങൻ തന്നെയാണ്. ചിങ്ങനുണ്ട്, കപ്പയുണ്ട്, റോബസ്റ്റ ഉണ്ട്, അണ്ണാനുണ്ട്. ഇതേപോലത്തെ ഐറ്റംസാണ് നമ്മളെ വീട്ടിലുള്ളത്. നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മളെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വീട്ടിൽ എന്തൊക്കെ കൃഷികളുണ്ടെന്നൊന്ന് കമൻറ്റായിട്ട് ഇടണേ. അപ്പോൾ നമുക്കും ഒരു സന്തോഷം, മറ്റുള്ളവർക്കും ഒരു സന്തോഷം. പിന്നെ തെങ്ങുണ്ട്. ഇതെന്ന് പറയുന്നത് ചുവന്ന പപ്പങ്ങയുടെ തൈയാണ് കേട്ടോ. നമ്മളെ വലിയച്ഛൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് വിത്തിട്ട് പൊടിപ്പിച്ചെടുത്തതാണ്. പിന്നെ കരിയപ്പല. പിന്നെ എന്താണ് നമ്മുടെ ഫാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഇതെല്ലാം എല്ലാവരും വീട്ടിലുള്ളതല്ലേ. പക്ഷേ നമ്മൾ ഫാമിൽ പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കോഴിയായാലും കിളികളായാലും മീനുകളായാലും കൃഷിയായാലും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഞാൻ പറഞ്ഞില്ലേ, തെങ്ങുണ്ട്, പിന്നെ പപ്പങ്ങയുണ്ട്, അതുപോലെ തന്നെ പപ്പായ, പിന്നെ ഫാഷൻ ഫ്രൂട്ട് അങ്ങ് നിൽപ്പുണ്ട്. അത് കറക്റ്റ് സൂം ചെയ്ത് കിട്ടുന്നില്ല. ഫാഷൻ ഫ്രൂട്ട് നിൽപ്പുണ്ട്, സപ്പോട്ടയുണ്ട്, പേരയുണ്ട്, ചേമ്പയുണ്ട്. ഒട്ടുമിക്ക സംഭവങ്ങൾ നമ്മളെ വീട്ടിലുണ്ട് ഇപ്പോൾ തന്നെ. ഇനിയും വരും ദിവസങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരായിരിക്കും കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന റോസയാണ് കേട്ടോ. പക്ഷേ പൂവെല്ലാം കൊടുക്കുന്ന എല്ലാം അപ്പുറത്തെ വീട്ടിലെ പിള്ളേരിക്കാം.
ഇത് നമ്മളെ ഉടങ്കല്ല്. ഇതാണ് നമ്മുടെ നിൽക്കുന്നതിൽ ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഉടങ്കല്ല്. കാരണം മഴയൊക്കെ പെയ്ത സമയത്ത് ബാക്കിയെല്ലാം പോയായിരുന്നു. മഴയത്തും കാറ്റത്തും എല്ലാം നല്ല വിശാലമായിട്ട് നമ്മൾ സ്ഥലം ഒരുക്കി കൊടുത്താൽ നല്ല രീതിയിൽ പൊങ്ങി പോയിട്ട് നല്ല കായ്കൾ തരും. എനിക്ക് എങ്ങനെ പോയാലും നല്ല എമൗണ്ട്, ഒരു 10-20 മൂടിൽ നിന്ന് നല്ല എമൗണ്ട് കിട്ടി. നല്ല എമൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ല എമൗണ്ട്. എങ്ങനെ പോയാലും ഒരു 3000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ കൂട്ടിയാൽ മതി. എന്തായാലും 3000 രൂപ കുറഞ്ഞ് നോക്കണ്ട. ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ ക്രിസ്മസിന് കരോൾ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ അമ്മാമ്മയ്ക്ക് കരോൾ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതിന് പേരറിയത്തില്ല, അറിയാമെന്നുള്ളവർ എനിക്ക് കമൻറ്റ് ഇട്ട് തരണം. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഓരോ ബൾബ് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൾബ് ഒരു 5 ബൾബ് നിർത്തിയിട്ട് ഈ ചെടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ രാത്രിയൊക്കെ ലൈറ്റ് ഇടുമ്പോൾ സൂപ്പറാണ് കാണാൻ. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിരിക്കാം, ഷോർട്ട് വീഡിയോ. ഇതാണ് നമ്മളെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട്. ഇതാണ് അമ്മ ഡ്രാഗൺ ഫ്രൂട്ട്. കാരണമുണ്ട്. കാരണം ഇത് കണ്ടോ, ഇത് അതിൻ്റെ തൈ നമ്മൾ കമ്പൊടിച്ച് വെച്ച് പൊടിപ്പിച്ചെടുത്തതാണ് ഈ കാണുന്ന ചെറിയ ഡ്രാഗൺ ഫ്രൂട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ തുടർന്നും നമ്മുടെ ഫാമിലുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ ഇടാത്ത വീഡിയോസൊക്കെ വരുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തുള്ള വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.